സംസാരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഴച്ചുനിൽപ്പില്ലാത്ത സിനിമകൾ ഉണ്ടാവുകയെന്നത് വളരെ ലിമിറ്റഡായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷക മനസ്സിലൂടെ കടന്നുപോയൊരു സിനിമയാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസ്. കളക്ഷൻ നേടാതെ തിയേറ്റർ കൈയൊഴിഞ്ഞ് OTTയിലൂടെ ചർച്ച ചെയ്യപ്പെട്ട ആ സിനിമയാണ് ഇന്ന് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി. വിദ്യാഭ്യാസം, കൃഷി, സ്ത്രീകളുടെ അവകാശങ്ങൾ, പ്രണയം, വിരഹം, സ്ത്രീകൾ നേരിടുന്ന വൈവാഹിക പ്രശ്നങ്ങൾ, തൊഴിൽ, ലിംഗവിവേചനം ഇങ്ങനെ പലവിധ വിഷയങ്ങൾ സംസാരിച്ച സിനിമ കൂടിയാണ് ലാപ്പത്ത ലേഡീസ്. കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും കുറച്ച് സങ്കീർണമാണെങ്കിലും സിനിമ പ്രേക്ഷക മനസ്സിലേക്ക് കയറുന്നത് വളരെ സിമ്പിളായാണ്. വരൂ, നമുക്ക് വളരെ സുന്ദരമായ രീതിയിൽ കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചിട്ട് വരാം എന്ന് പറയും പോലെ. കിരൺ റാവുവിൻ്റെ ലാപ്പത്ത ലേഡീസ് ഓസ്കാർ വേദിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സിനിമ കണ്ടവരെല്ലാം ഒരുപോലെ ഹാപ്പിയാണ്. അർഹതപ്പെട്ട ചിത്രങ്ങൾ കീഴടക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനും ഉണ്ടാകുന്ന ഹാപ്പിനെസ് ആണിത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ടൊറന്റോ ചലച്ചിത്രമേളയിലാണ് ചിത്രം ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. ശേഷം മാർച്ച് 1 സിനിമ തിയേറ്ററിലെത്തി. ബോക്സ് ഓഫീസിൽ ഒട്ടും തന്നെ സ്വീകരിക്കപ്പെടാതെയാണ് സിനിമ കടന്നുപോയത്. ശേഷം ഏപ്രിൽ 26 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ്. പിന്നെ അങ്ങ് കഥാപാത്രങ്ങളായ ദീപക്കും ഫൂലും ജയയും മഞ്ജുമായും ഒക്കെ സിനിമ ആസ്വാദകർക്കിടയിൽ നിറഞ്ഞു നിന്നു. സിനിമയിൽ ഓ സജിനീറെ എന്ന പാട്ടുപോലെ. ലോക സിനിമ റിവ്യൂ പ്ലാറ്റ്ഫോം ലെറ്റർ ബോക്സ് പുറത്തിറക്കിയ പട്ടികയിൽ 15ാം സ്ഥാനമാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. ലാപ്പത്ത ലേഡീസ് എന്ന സിനിമയുടെ ആദ്യത്തെ ആകർഷണം കിരൺ റാവു എന്ന സംവിധായികയും അമീർ ഖാൻ എന്ന നിർമ്മാതാവുമാണ്. രണ്ടാമത്തേത് ചിത്രം സംസാരിക്കുന്ന രാഷ്ട്രീയമാണ്. ഇന്ത്യൻ സമൂഹ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന ആൺമേൽക്കോയ്മയുടെ വൃത്തികേടുകളെ തുറന്നു കാട്ടുന്ന സിനിമ പുരുഷാധിപത്യ സമൂഹത്തിനുള്ളിൽ കലഹിക്കേണ്ടി വരുന്ന ദീപക്കിനെ പോലുള്ള ആണുങ്ങളുടെ കൂടി കഥയാണ്. 2 പെണ്ണുങ്ങളുടെ കല്യാണ പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കുന്ന സിനിമ രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന പെടാപ്പാടുകളെ പറഞ്ഞു വയ്ക്കുന്നു. സപ്ന ദേഖ്നെ കെ ലിയെ മാഫി നഹി മാൻത, അതായത് സ്വപ്നം കാണുന്നതിന് മാപ്പ് ചോദിക്കരുത് എന്ന് പറഞ്ഞാണ് ലാപ്പത്ത ലേഡീസ് എന്ന സിനിമ അവസാനിക്കുന്നത്. ഒരു മൂടുപടത്തിനുള്ളിൽ ഒതുങ്ങി ഇഷ്ടമുള്ളതൊന്നും ചെയ്യാനാകാത്ത, ഭർത്താവിൻ്റെ പേര് ഉറക്കെ പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരുപാട് ഇന്ത്യൻ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രേക്ഷകർ അറിയാതെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു സുന്ദരമായ രീതി ലാപ്പത്ത ലേഡീസ് അവലംബിക്കുന്നുണ്ട്. കിരൺ റാവു സംവിധാനവും നടൻ അമീർ ഖാൻ നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രം വളരെ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന സമയത്താണ് സുപ്രീം കോടതിയിൽ പ്രത്യേക പ്രദർശനം നടത്തുകയുണ്ടായത്. ചിത്രത്തിന്റെ പ്രാധാന്യം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. പായൽ കപാഡിയുടെ അസ്വി ഇമാജിനസ് ലൈറ്റ്സ് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാര നിറവിലെത്തിയതിന്റെ പിന്നാലെയാണ് കിരൺ റാവുവിന്റെ ലാപ്പത്ത ലേഡീസും ലോക നിറയിലേക്ക് കുതിക്കുന്ന കാഴ്ച. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇവയെല്ലാം. സിനിമാ ലോകത്തിലെ എവ്രി വൺ കപ്പ് ഓഫ് ടീ ആണ് ലാപ്പത്ത ലേഡീസ്. ഭാഷാഭേദമില്ലാതെ ഏവരും അറിയേണ്ട സിനിമ. അത്ര സുന്ദരമായ സിനിമയായതുകൊണ്ടാകാം ഓസ്കാർ ജൂറിക്ക് മുൻപിലും ലാപ്പത്ത ലേഡീസ് തിളക്കമാർന്നു നിന്നതും. മനോഹരമായ സിനിമകൾ അങ്ങനെയാണ്. അവയ്ക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഗംഭീര എൻട്രി എപ്പോഴും ഉണ്ടാകും.